മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ ഉടമസ്ഥതയെ ചൊല്ലിയുള്ള പോര് മുറുകുമ്പോൾ എല്ലാവർക്കുമുള്ള സംശയം അങ്ങനെ ഒരു ആശുപത്രി നിലവിലുണ്ടോ എന്നതാണ്. മഞ്ചേരി മെഡിക്കൽ കോളേജായി പ്രഖ്യാപിച്ചതോടെ ജനറൽ ആശുപത്രി അപ്രത്യക്ഷമായെങ്കിലും മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് തന്നെ ജനറൽ ആശുപത്രിയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. എന്നാൽ ജനറൽ ആശുപത്രിയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പ് തന്നെ ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയാണ്. ജനറൽ ആശുപത്രി നിലനിർത്തിയെന്നും ജനറൽ ആശുപത്രി നിലവിലില്ലെന്നും ഇനി പുനരാരംഭിക്കാനില്ലെന്നും ആശുപത്രി നഗരസഭയ്ക്ക് കൈമാറിയെന്നും അടക്കം ഓരോ സമയത്തും ഓരോ ഉത്തരമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയും നൽകുന്നത്. ഇപ്പോൾ നമ്മളും ചോദിക്കുകയാണ്, യഥാർത്ഥത്തിൽ മഞ്ചേരിയിൽ അങ്ങനെയൊരു ജനറൽ ആശുപത്രി ഉണ്ടോ? ഉണ്ടെങ്കിൽ അതെവിടെ? ആദ്യം വിഷയം നിയമസഭയിൽ ഉന്നയിച്ച UA ലത്തീഫ് MLA പ്രതികരണം നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഇത് ഗവൺമെൻറ്റിന് തന്നെ ഒരു വ്യക്തതയില്ലാത്ത രീതിയിലാണ് മന്ത്രി സംസാരിക്കുന്നത്. ഇവിടെ DHSഉം അതുപോലെ തന്നെ DMEയും ഈ രണ്ട് പേര് നേതൃത്വം നൽകുന്ന മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഉൾക്കൊള്ളുന്ന സംവിധാനമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ ജനറൽ ആശുപത്രി മാറ്റണം എന്നുള്ള പല കോണുകളിൽ നിന്നും ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് സമീപിച്ചു, അസംബ്ലിയിൽ പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് മാറ്റുന്ന പ്രശ്നമല്ല, അവിടെ നിലനിൽക്കും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കുറേ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ച സമയത്ത് ഇതിൽ ഒരു വ്യക്തത ഉണ്ടോ എന്ന് ഞങ്ങളുടെ ചെയർപേഴ്സൺ ചോദിക്കുക. അപ്പോൾ CPMൻ്റെ ഒരു നേതാവ് അവർ കയ്യിൽ നിന്നൊരു കടലാസ് എടുത്ത് കൊടുത്തു. അതിലിങ്ങനെ 2016 പിന്നെ നഗരസഭകൾക്ക് കേരളത്തിലെ മുഴുവൻ ജനറൽ ആശുപത്രി ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് എഴുതി കാണുന്നത്. അത് നേരെ വന്ന് മന്ത്രി പരസ്യമായിട്ട് വായിക്കുക. എന്തൊരു സങ്കടവും മിനിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി CPMൻ്റെ പ്രതികൾ ആവശ്യപ്രകാരം അവർ വായിക്കുക, ഇത് പിന്നെ നഗരസഭയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിലവിലുള്ള സംവിധാനത്തെ അത് പിന്നെ മന്ത്രി തന്നെ പരിഹസിക്കുന്ന രീതിയിലാണ് അവരുടെ പ്രസ്താവന ഉണ്ടായത്. നമുക്ക് മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. 2016 ഓഗസ്റ്റിൽ നമ്മുടെ വിവിധ ജനറൽ ആശുപത്രികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വിട്ടുകൊടുത്തപ്പോൾ അതിൽ 15 ജനറൽ ആശുപത്രികളാണ് വിട്ടുകൊടുത്തത്. അതിൽ 11ാമത്തെ ഇനമായിട്ട് ഏറ്റവും സമാദരണീയനായിരുന്ന പാണക്കാട് സായിദ് മുഹമ്മദ് സാഹിബ് തങ്ങൾ സ്മാരക ജനറൽ ആശുപത്രി മലപ്പുറം മഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അത് ചെയർപേഴ്സൺ പറഞ്ഞതുകൊണ്ട് അതിൽ ഞാൻ വരുന്നതിന് മുൻപ് ടീച്ചറിൻ്റെ കാലത്ത് തന്നെ അത് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിലൊരു അവ്യക്തത വേണ്ട. നഗരസഭയ്ക്ക് വിട്ടുകൊടുത്തു ജനറൽ ആശുപത്രി എന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു. ശരിയാണ്, അതിന് ഉത്തരവുമുണ്ട്. എന്നാൽ പിന്നീട് 2021 UA ലത്തീഫിന് ചോദ്യത്തിന് കൊടുത്ത പ്രതികരണത്തിൽ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് ഈ ജനറൽ ആശുപത്രി പുനരാരംഭിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്, പുനഃസ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി മാറിയിട്ടുണ്ടാകും. മെഡിക്കൽ കോളേജായിട്ട് ജനറൽ ആശുപത്രി മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ജനറൽ ആശുപത്രി ഇല്ലല്ലോ, ഇതാണല്ലോ വസ്തുത. അഥവാ ജനറൽ ആശുപത്രി ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ജനറൽ ആശുപത്രിയുടെ സൗകര്യം ഉപയോഗിച്ച് മെഡിക്കൽ കോളേജിന് പ്രവർത്തിക്കാൻ പറ്റുമോ? മെഡിക്കൽ കോളേജിന് അംഗീകാരം നഷ്ടമാവില്ലേ? ഇതാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം. എന്തിനാണ് സർക്കാർ ഇതിനകത്ത് ഒളിച്ചു കളിക്കുന്നത്? കൃത്യമായി അങ്ങ് പറയുക, ഉണ്ടെങ്കിലുണ്ട്, അതിൻ്റെ സംവിധാനം ഇത്ര ഭൗതികശേഷി, മെഡിക്കൽ കോളേജിനുണ്ടെങ്കിൽ ഇത്ര ഭൗതികശേഷി എന്നുള്ളതാണ്. ഇതിൽ എന്തിനാണ് ഒരു അവ്യക്തത? നമുക്ക് അഷ്കർ അലി കരിമ്പയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഷ്കർ അലി കരിമ്പ, യഥാർത്ഥത്തിൽ അവിടെയുള്ളത് ജനറൽ ആശുപത്രിയാണോ മെഡിക്കൽ കോളേജാണോ? അരുൺ, കടലാസിൽ ആരോഗ്യവകുപ്പിൻ്റെ കടലാസിൽ ഈ രണ്ട് സാധനവും മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും കടലാസിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വസ്തുത. അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇത് രണ്ടും പഞ്ചസാര കലക്കിയ വെള്ളം പോലെ ഇടകലർന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അഥവാ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് DHSൻ്റെ കീഴിലാണ് ജനറൽ ആശുപത്രി വരിക. ഡയറക്ടർ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ DMEയുടെ കീഴിലാണ് മെഡിക്കൽ കോളേജ് വരിക. പക്ഷേ അവിടെ ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജാക്കി പ്രഖ്യാപിച്ചതോടെ ജനറൽ ആശുപത്രിയുടെ സംവിധാനങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തി കൊണ്ടാണ് നിലവിൽ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. ജനറൽ ആശുപത്രി പൂർണ്ണമായും അതിൽ നിന്നും അതിൻ്റെ സംവിധാനവും ഭൗതിക സാഹചര്യങ്ങളും എല്ലാം തന്നെ മാറ്റി നിർത്തിയാൽ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു ഇരുട്ടിൽ തപ്പേണ്ട അവസ്ഥയിലേക്ക് ആരോഗ്യവകുപ്പ് എത്തുന്നതും. ഇതിനെ ക്രമത്തിൽ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ 2016 ഇറക്കിയ ഉത്തരവിൽ പറയുന്നു, മഞ്ചേരി ജനറൽ ആശുപത്രി മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ മെമ്മോറിയൽ ജനറൽ ആശുപത്രി മഞ്ചേരി നഗരസഭയ്ക്ക് കൈമാറിയെന്ന് 2016 ഇറക്കിയ ഉത്തരവിൽ സർക്കാർ പറയുന്നു. എന്നാൽ അതിനുശേഷം 2019
19-ലും 21-ലും 19-ൽ അന്ന് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ പറയുന്നു ജനറൽ ആശുപത്രി സ്ഥാപിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലില്ല എന്ന്. 16-ൽ നഗരസഭയ്ക്ക് കൈമാറി എന്ന് പറയുന്ന അതേ മന്ത്രിയാണ് പറയുന്നത് 19-ൽ പറയുന്നു അങ്ങനെ ഇല്ല, അത് സർക്കാർ പരിഗണനയില്ല. 21-ൽ വീണ ജോർജ് അതേ മറുപടി ആവർത്തിക്കുന്നുണ്ട്. ഇത്തരം ഒരു ജലാശുപത്രി അവിടെ പുനരാരംഭിക്കാനുള്ള ആലോചന സർക്കാരിനില്ല. 2016-ൽ തന്നെ അക്കാര്യത്തിൽ ഇനിയൊരു ജനറൽ ആശുപത്രി ചെർണയിൽ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു മുമ്പുണ്ടായിരുന്ന പ്രഖ്യാപനം. അത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് 5 കിലോമീറ്റർ അകത്തായതുകൊണ്ട് പുതിയൊരു ജനറൽ ആശുപത്രി സ്ഥാപിക്കുന്നില്ല എന്ന് വീണ്ടും മന്ത്രി വീണ ജോർജ് പറയുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ അങ്ങനെ 21-ൽ UAE ലത്തീഫിന് മറുപടിയായി മറ്റൊരു ഉത്തരവിൽ വീണ ജോർജ് പറയുന്നത് മഞ്ചേരി ജനറൽ ആശുപത്രി നിലനിർത്തിയിട്ടുണ്ട് എന്നും ജനറൽ ആശുപത്രിയുടെ ഭൗതിക സാഹചര്യം ഉപയോഗിച്ചാണ് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നതെന്നും 10/8/2021 നൽകിയ മറുപടിയിൽ വീണ ജോർജ് പറയുന്നു. അതിനുശേഷം ഇപ്പോൾ ഇക്കഴിഞ്ഞ 12-ാം തീയതി ഓഗസ്റ്റ് 12-ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ്ടും പറയുന്നു 2026-ൽ തന്നെ ജനറൽ ഹോസ്പിറ്റൽ നഗരസഭയ്ക്ക് കൈമാറിയിരുന്നു. അപ്പോൾ നിലവിലില്ലാത്ത പുനരാരംഭിക്കാത്ത സർക്കാർ പുനഃസ്ഥാപിക്കാത്ത ജനറൽ ആശുപത്രിയാണോ ആരോഗ്യവകുപ്പ് മന്ത്രി നഗരസഭയ്ക്ക് കൈമാറിയിരിക്കുന്നത്? അതോ അങ്ങനെ ജനറൽ ആശുപത്രി ഇല്ല എങ്കിൽ നിയമസഭയിൽ അങ്ങനെ ജലാശുപത്രി പുനരാരംഭിക്കുന്നില്ല, ജലാശുപത്രി മാറ്റി അതിൻ്റെ സംവിധാനങ്ങളിലേക്കോ അത് കൂടുതൽ വികസിപ്പിക്കുന്നതിലേക്കോ ഒന്നും സർക്കാർ ആലോചിക്കുന്നില്ല എന്നൊക്കെ നിയമസഭയിൽ കൊടുത്ത മറുപടികളുടെ വ്യക്തത എന്താണ്? ഇങ്ങനെ ആകെ പൊതുജനത്തെ സംശയിപ്പിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ജലാശുപത്രിയിലുള്ളത്. ഇതിന് അടിസ്ഥാനപരമായി ഇത് ജനങ്ങളെ ബാധിക്കുന്ന ഒരു വലിയ വിഷയം കൂടിയാണ് അരുൺ. കാരണം ദിവസവും ആയിരക്കണക്കിന് രോഗികളാണ് മഞ്ചേരി ആശുപത്രിയിൽ ഓരോ ദിവസം OP മാത്രം എത്തുന്നത്. അവിടെ എത്തുന്ന രോഗികളൊക്കെ തന്നെ 3, 4, 5 മണിക്കൂറൊക്കെ കാത്തു നിന്നിട്ടാണ് ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വീട്ടിലേക്ക് പോകുന്ന അവസ്ഥ. കൃത്യമായി മെഡിക്കൽ കോളേജ് അതിന്റെ സംവിധാനത്തിലും ജനറൽ ആശുപത്രി അതിന്റെ പൂർണ്ണ സംവിധാനത്തിലും പ്രവർത്തിക്കുകയാണെങ്കിൽ ജില്ലയ്ക്ക് അത് വലിയ ആശ്വാസമാകും.